നമ്മുടെ വേദം, ഇതിഹാസം, ശ്രുതി, സ്മൃതി, ഇതിഹാസം, പുരാണം, എല്ലാ വിഷയങ്ങളിലും എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞത് എന്താണ് ചോദിച്ചാൽ സാരമായിട്ട് പറഞ്ഞത് ഭഗവാന്റെ നാമമാണ്. വേദേ രാമായണേ ചൈവ ഭാരതേ സപുരാണകേ ആദൗ അന്തേ ച മധ്യേ ച ഹരി സർവത്ര ഗീയത്തെ. വേദമായിക്കോട്ടെ, അതുപോലെ രാമായണം, വേദേ രാമായണേ ചൈവ ഭാരതേ സപുരാണകേ, അതുപോലെ ഭാരതത്തിലും എല്ലാ ദിക്കിലും ആദൗ അന്തേച്ച മധ്യേച്ച, അതിൻ്റെ ആദിയിലും ആദ്യ ഭാഗത്തിലും പിന്നെ മധ്യമ ഭാഗത്തിലും പിന്നെ അന്തിമ ഭാഗത്തിലും. ഒരു ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ 6 വഴി പറയുന്നുണ്ട്. ഉപക്രമോപസംഹാരോ അഭ്യാസോ പൂർവത തഥാ. അതിൻ്റെ ഉപക്രമം എങ്ങനെയാണ്, അതിൻ്റെ ഉപസംഹാരം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എങ്ങനെയാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നത് എന്താണ്, ഇതൊക്കെ വച്ചിട്ടാണ് ആ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം എന്താണ് മനസ്സിലാക്കണം. അപ്പോൾ ഈ സകല ഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം എന്താണ് ചോദിച്ചാൽ ഭഗവാന്റെ നാമജപമാണ്. നമുക്ക് ഒന്ന് നാമം ജപിച്ചിട്ട് തുടങ്ങാം. വെറുതെ നാമം ജപിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഒരു നാമജപത്തിൻ്റെ മഹിമ പറയുന്ന ഒരു കഥയും കൂടി പറയാം. നാമം ജപിക്കുന്നതേക്കാൾ നാമം കേൾക്കുന്നവർക്കും കൂടുതൽ. എന്നാമ സകൃത് ശ്രവണാത് പുൽക്കസകോപി വിമുച്യത്തെ സംസാരാത്. ഭാഗവത്തിൽ പലതിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നാമ സകൃത് ശ്രവണാത്. ആ ഭഗവാന്റെ നാമം കേട്ടാൽ മതി. കേട്ടാൽ മതി പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ചൊല്ലേണ്ട, വെറുതെ ഇരുന്നാൽ മതി ഇങ്ങനെ വിചാരിക്കേണ്ട. കേട്ടാൽ മതി പറഞ്ഞാൽ അതർത്ഥം ചൊല്ലിയാൽ നമുക്ക് കേൾക്കാമല്ലേ, ചൊല്ലിയാലേ കേൾക്കാൻ പറ്റുള്ളൂ. അടുത്ത ചൊല്ലിയെങ്കിൽ നമ്മൾ ചൊല്ലുന്നത് നമ്മൾ കേൾക്കില്ലേ. അപ്പോൾ കേൾക്കുന്നത് പറഞ്ഞാൽ ചൊല്ലുന്നതും രണ്ടും കൂടി അർത്ഥം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സൂര്യവംശത്തിൽ സുസന്ധി എന്ന പേരുള്ള രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പുത്രനാണ് പ്രസേനജിത്ത് എന്നാണ് പേര്. സൂര്യവംശത്തിൽ ഇരിക്കുന്ന എല്ലാ രാജാക്കന്മാർക്കും ആചാര്യൻ ആരാണ്? ആചാര്യൻ വസിഷ്ഠനാണ്. അപ്പോൾ വസിഷ്ഠ ആശ്രമത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു കിളിയെ കണ്ടു. ആ കിളി എപ്പോഴും രാമ രാമ ഹരേ രാമ ഈ നാമം ജപിക്കുന്ന കിളിയെ കണ്ടു. ഈ കിളി എപ്പോഴും ഹരേ രാമ രാമ ഹരേ ഹരേ. നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു അത് പഠിക്കും കിളി. അതിന് പ്രത്യേക രീതി വയ്ക്കുന്നുണ്ട് അവർ. അതെന്ത് ചെയ്യും? ആ കിളിക്ക് മുമ്പായിട്ട് ഒരു കണ്ണാടി വയ്ക്കും. കണ്ണാടി പുറകിൽ നിന്നും ആൾ പറയും ഹരേ രാമ പറഞ്ഞാൽ അത് കിളി വിചാരിക്കും നമ്മളെ ഒരു കിളിയാണ് പറയുന്നു വിചാരിച്ച് അത് ഹരേ രാമ ചൊല്ലി പഠിക്കും. എങ്കിൽ ഇതൊക്കെ നേരിട്ട് കാണണമെങ്കിൽ മൈസൂരിൽ ചെന്നാൽ മതി. അവിടെ ദത്തപീഠം എന്നൊരു സ്ഥലമുണ്ട്. ഗണപതി സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം ശുഖവനം എന്നൊരു വലിയ കിളിക്ക് വേണ്ടി ഒരു 3000 ഒരു 300-400 കിളികളുണ്ട് അവിടെ വച്ചിട്ടുണ്ട്. ആ കിളിയൊക്കെ ജയ് ഗുരുദത്ത അങ്ങനെ പറയും. ജയ് ഗുരുദത്ത. നമ്മൾ ചോദിച്ചാൽ ഹൗ ആർ യു ഇംഗ്ലീഷിൽ ചോദിക്കും. കിളിയൊക്കെ കിളി സംസാരിക്കുന്നത് എനിക്ക് കാണണമെങ്കിൽ അവിടെ പോയി നേരിട്ട് കാണാം. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അത് ഏത് ഭാഷ പഠിപ്പിക്കണമോ അത് പഠിക്കും. സംസ്കൃതം വേണമെങ്കിൽ സംസ്കൃതം പറയും, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയും. അങ്ങനെ കിളി ആദിശങ്കരാചാര്യൻ്റെ കഥയിൽ വർണ്ണിക്കുന്നുണ്ട്.
ആദിശങ്കരാചാര്യൻ മണ്ഡനമിശ്ര എന്ന ഒരു മഹാത്മാവിൻ്റെ വീട്ടിലേക്ക് ചെല്ലണം. അപ്പോൾ അഡ്രസ്സ് എവിടെയാണ് ചോദിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ പറയുന്നു, ഏത് വീട്ടിലാണ് കിളികൾ പരസ്പരം സംസ്കൃതത്തിൽ സംസാരിക്കുന്നുണ്ടോ ആ വീടാണ് ആ മണ്ഡനമിശ്രൻ്റെ വീട്. അങ്ങനെ കിളികൾ പോലും അവിടുത്തെ സംസ്കൃതത്തിൽ സംസാരിക്കുന്നു വലിയ വലിയ വിഷയങ്ങളെക്കുറിച്ച് എന്നാണ് പറയുന്നു. അങ്ങനെ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ നിന്നപ്പോൾ അവിടെ ആ കിളി ഹരിരാമ ചൊല്ലുന്നത് കേട്ടപ്പോൾ ആ കിളി എനിക്ക് വേണം പറഞ്ഞു രാജകുമാരനല്ലേ പറഞ്ഞു കൊടുത്തു ഈ വസിഷ്ഠൻ. പക്ഷേ ഈ രാജകുമാരൻ എന്ത് ചെയ്തു? ആ കിളിയെ നിർബന്ധിച്ചു, സംസാരിക്കരുത്, അത് രാമ പറയാൻ തുടങ്ങിയാൽ അപ്പോൾ തള്ളും. ഇങ്ങനെ നാമം ജപിപ്പിക്കാതെ ആ കിളിയെ വളരെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ എന്തായി? വേഗം മരിച്ചു. അടുത്ത ജന്മത്തിൽ കെ രാജദേശത്തിൽ ഒരു രാജാവിൻ്റെ പുത്രനായി ജനിച്ചു. ആ ജന്മത്തിലാണ് വൈജയന്തൻ എന്നാണ് അയാളുടെ പേര്. പക്ഷേ ജനിച്ചപ്പോൾ തന്നെ മൂക്കനായി ജനിച്ചു, സംസാരിക്കാൻ വയ്യാതെ കുട്ടിയായി ജനിച്ചു. എന്താ കാരണം? ഒരാൾ നാമം ജപിക്കുമ്പോൾ അത് വേണ്ടാൻ പറഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അത് മൂക്കനായി ജപിക്കും. അപ്പോൾ നമ്മൾ നാമം ജപിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ജപിക്കുമ്പോൾ നിർത്തുന്നു പറയാൻ പാടില്ല. അത് വലിയ മഹാഭാവമാണ്. അപ്പോൾ ഈ രാജകുമാരൻ നാമം ജപിക്കുന്ന കിളിയെ നിർബന്ധം കൊണ്ട് ജപിപ്പിക്കാതെ വച്ചപ്പോൾ എന്തായി? അടുത്ത ജന്മത്തിൽ മൂക്കനായി ജനിച്ചു. സാധാരണ സംസാരിക്കാൻ വയ്യാത്ത കുട്ടികൾ ചെവി കേൾക്കാതെ കുട്ടികളായിരിക്കും മിക്കവാറും. അപ്പോൾ ചെവി കേൾക്കാതാവുമ്പോഴാണ് സംസാരിക്കാൻ വയ്യാതെ ആവുള്ളൂ. ഈ രാജകുമാരൻ നന്നായിട്ട് ചെവി കേൾക്കുന്നുണ്ട്, എന്നിട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ സങ്കടത്തോട് ചോദിച്ചു, ഇതിൻ്റെ കാരണം എന്താണെന്ന്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് നാരദൻ അവിടെ വന്നു. നാരദനോട് ചിത്രവർമ്മ ആ രാജാവിൻ്റെ പേര്, കെ രാജാവിൻ്റെ പേരാണ് ചിത്രവർമ്മ. അവൻ്റെ പുത്രനായിട്ടാണ് വൈജയന്തൻ്റെ പേരിൽ ജനിച്ചു. ആറ് പ്രസേനജിത്ത് പേരുള്ള സൂര്യവംശ രാജകുമാരൻ. അപ്പോൾ നാരദൻ ഉപദേശം കൊടുത്തു, ഇപ്പോഴും ആ കിളിയുണ്ട്, നാമം ജപിക്കുന്ന കിളി ഇപ്പോഴും വസിഷ്ഠൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ച് പറന്നു വന്നു. ആ കിളി നാമം ജപിക്കുന്നത് കേട്ടാൽ മതി, ഇയാൾക്ക് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുപോയി അവിടെ ആ കിളി ഇടയ്ക്ക് ഇയാൾ നിർബന്ധിച്ചപ്പോൾ ഇയാൾ കുട്ടി മരിച്ച ശേഷം വീണ്ടും ആ കിളി വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ തന്നെ ചെന്നു. അവിടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വീണ്ടും ആ കിളി പറഞ്ഞ ആ നാമനാമം കേട്ടപ്പോൾ ഈ കുട്ടി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ആ നാമജപം കേട്ടതിൻ്റെ ഗുണമായി എന്ത് പറ്റി ചോദിച്ചാൽ, ഓരോ ജന്മത്തിൻ്റെ പുണ്യപാപങ്ങൾ അനുസരിച്ചാണ് അടുത്ത ജന്മം നമുക്ക് കിട്ടുള്ളൂ. പൂർവ്വജന്മത്തിൽ നാമം ജപിക്കുന്ന കിളിയെ നാമം ജപിപ്പിക്കാതെ നിർത്തിയത് കൊണ്ട് മൂക്കനായി ജനിച്ചു. ഇപ്പോൾ അതേ കിളി ജപിച്ച നാമജപം കേട്ടപ്പോൾ എന്തായി? അടുത്ത ജന്മത്തിൽ ഒരു ജ്ഞാനിയായിട്ട് ജനിച്ചു. ആരായി ജനിച്ചു? സീതാദേവിയുടെ അച്ഛനായി ക്ഷീരധ്വജൻ. ഇതൊക്കെ പല രാമായണം ഉണ്ടല്ലോ, തത്വസംഗ്രഹ രാമായണം എന്നൊരു രാമായണമുണ്ട്. അതിലാണ് ഈ അപൂർവ കഥകളൊക്കെ വർണ്ണിക്കുന്നു. അങ്ങനെ ക്ഷീരധ്വജൻ പറഞ്ഞാൽ, ക്ഷീരം പറഞ്ഞാൽ കലപ്പ, ഉഴുന്ന കലപ്പ ഉണ്ടല്ലോ, അത് ധ്വജത്തിൽ വെച്ച ആളാണ്. അതാണ് ക്ഷീരധ്വജൻ്റെ പേര്. ആ ക്ഷീരധ്വജനായി ജനിച്ചു. ജനിക്കുമ്പോൾ തന്നെ ജ്ഞാനിയായി ജനിച്ചു. എന്താ കാരണം? നാമജപം കേട്ടതിൻ്റെ ഗുണം. നാമജപം നിർത്തിയത് കൊണ്ട് മൂക്കനായി ജനിച്ച ആൾ അടുത്ത ജന്മത്തിൽ മഹാജ്ഞാനിയായി സീതയുടെ അച്ഛനായി ജനിക്കാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ ആ കിളി, നാമം ജപിച്ച കിളി ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് പ്രായമ്പോൾ അത് മരിച്ചു.
അടുത്ത ജന്മത്തിൽ ആ കിളി തന്നെ എന്തായി ശുകാചാര്യനായി ജനിച്ചു. കാരണം ഒരേ ജീവനിൽ 2-3 അംശം ഉണ്ടാവും എന്നാണ് ശാസ്ത്രങ്ങൾ. ഇപ്പോൾ അർജുനൻ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്ദ്രൻ്റെ പുത്രൻ. ഇന്ദ്രൻ്റെ പുത്രനായി ജനിച്ച അർജുനനും ഇന്ദ്രനും യുദ്ധം ചെയ്യുമ്പോൾ ഇന്ദ്രൻ തന്നെ തോറ്റുപോകുന്നു. എന്താ കാരണം? ഇന്ദ്രൻ്റെ അംശം മാത്രം ഇല്ലേ, അർജുനൻ്റെ അടുത്ത് നരനാരായണ ഋഷിയിൽ നരൻ്റെ അംശവും കൂടിയുണ്ട്. ജീവദ്വയാവേശം എന്നൊക്കെ പറയാറുണ്ട്. ചില ആളുകൾ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പിശാച് കയറി വരുന്നുണ്ട്, പ്രേതമൊക്കെ കയറുന്നുണ്ട് പറയാറുണ്ടല്ലോ. ചില ആളുടെ തന്നെ ഭൂതം കയറിന്ന്. അത് സാധാരണക്കാർക്ക് ഭൂതം കയറുള്ളൂ, മഹാത്മാക്കൾക്ക് ദിവ്യശക്തികൾ അങ്ങനെ പറയും. അങ്ങനെ ഈ കിളിയാണ് അടുത്ത ജന്മത്തിൽ ശുകാചാര്യനായി ജനിച്ചു. പക്ഷേ ആ കിളിയുടെ ഇത് കണ്ടപ്പോഴാണ് മഹാദേവനും ആ കിളിയിലൊപ്പം ചേരുന്നു എന്നാ പറയുന്നു. ശുകാചാര്യൻ പറയുന്നത് സാക്ഷാത് മഹാദേവൻ്റെ അവതാരമാണ്. അങ്ങനെ വേറെ പുരാണത്തിൽ പറയുന്നുണ്ട്. ഇത് പല പുരാണങ്ങളിലുള്ള കഥകളാണ്. അങ്ങനെ ശുകാചാര്യനായി ജനിച്ചു. ഈ കഥ മഹാഭാരതത്തിൽ, എല്ലാം മഹാഭാരതത്തിൽ ബന്ധപ്പെട്ടതാണ്. മഹാഭാരതത്തിൽ ശുകൻ ജനിച്ചു. പക്ഷേ ശുകൻ ജനിച്ചപ്പോൾ ശുകൻ ജ്ഞാനിയാണോ അവിടെ സംശയം വന്നപ്പോഴാണ് അതേ കിളി ആ രാജാവിൻ്റെ അടുത്ത് ക്ഷീരധ്വജൻ്റെ അടുത്ത് ചെന്നു. ക്ഷീരധ്വജൻ പറഞ്ഞാൽ ഈ സീതയുടെ അച്ഛൻ്റെ അടുത്ത് ചെന്നു. ഇദ്ദേഹത്തിൻ്റെ ആ തപശക്തിയും പിന്നെ അവമാനിച്ചാലും, ജ്ഞാനി പറഞ്ഞാൽ എന്താർത്ഥം, നമ്മളൊക്കെ അവമാനിച്ചാൽ ദേഷ്യപ്പെടും, ബഹുമാനിച്ചാൽ സന്തോഷിക്കും. അവമാനിച്ചാലും ബഹുമാനിച്ചാലും കുട്ടിയെപ്പോലെ ഇരിക്കണം. നമ്മേ അവമാനോസ്ത, അവമാനം ഒരേപോലെ കണക്കാക്കിയാൽ അവരാണ് മഹാത്മാക്കൾ. ചെറിയ കുഞ്ഞുകളെ പോലെ, ചെറിയ കുഞ്ഞിനെ നോക്കി രാജാവേന്ന് വിളിച്ചാലും ചിരിക്കും, കള്ള പറഞ്ഞാലും ചിരിക്കും. ഇത് വലിയ കള്ള പറഞ്ഞാൽ എന്നോട് കള്ള പറയാതെ യുദ്ധത്തിന് വരും. ചെറിയ കുഞ്ഞിനെ അത് കള്ള പറഞ്ഞാലും രാജാ പറഞ്ഞാലും ഒരേപോലെ എങ്ങനെ നിൽക്കുന്നുവോ അതാണ് ജ്ഞാനി ലക്ഷണം. അവിടെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, തുല്യനിന്ദാസ്തിരും മൗനി സമലോഷ്ടസ്മ കാഞ്ചനഹ. നിന്ദയും സ്തുതിയും ഒരേപോലെ കണക്കാക്കണം. അതേപോലെ സമലോഷ്ടാസ്മ കാഞ്ചനഹ, സുവർണം കിട്ടിയാലും അതേപോലെ സാധാരണ റോട്ടിൽ കിടന്ന ഒരു കല്ലിനെ കണ്ടാലും ഒരേപോലെ കണക്കാക്കണം. അത് കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? ഒരു മഹാത്മാവിൻ്റെ കഥയിൽ പറയുന്നുണ്ട്, റാഖ ബാക്ക, ഇതൊക്കെ പഴയ ഗ്രാമത്തിലുള്ള മഹാരാഷ്ട്രത്തിലുള്ള ഒരു ദമ്പതിയുടെ കഥയാണ്. റാഖ കുംഹാർ പറഞ്ഞാൽ ഹിന്ദിയിൽ കൊശവൻ, കലമുണ്ടാക്കുന്ന കൊശവൻ്റെ പേരാണ് കുംഹാർ എന്ന് പറയും. കുയവൻ തമിഴിൽ പറയും. അദ്ദേഹം റാഖാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബാക്കാണ് പാകം ചെയ്യുന്ന ആൾ. റാഖ ബാക്ക ആണ് പേര് അവർക്ക്. അവർ എന്ത് ചെയ്തു? ഈ കളം ഉണ്ടാക്കി, പിന്നെ മണ്ണ് കളം ഉണ്ടാക്കിയ ശേഷം അത് ചൂടാക്കണം. ചൂടാക്കിയാലേ പിന്നെ അത് ഉപയോഗത്തിന് വരുള്ളൂ. അങ്ങനെ ചൂടാക്കാൻ വേണ്ടി ഒരു സ്ഥലം വച്ച് തീ കത്തിച്ചു. തീ കത്തിച്ച ശേഷം നന്നായിട്ട് കത്തുന്ന സമയത്താണ് ഒരു പൂച്ച അവിടെ ചുറ്റി കരയുന്നത് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായി, ഇവർ ചൂടാക്കാൻ വേണ്ടി വച്ചിരുന്ന ആ ഒരു കലത്തിൽ ഒരു പൂച്ച കുട്ടി വച്ചിരുന്നു. ഇവർ അറിയാതെ ആ കുട്ടിയോട് ചേർത്ത് തീയിൽ വെച്ചുപോയി. അപ്പോൾ അവർക്ക് വളരെ സങ്കടമായി. പൂച്ചയുടെ രോമം കൈ കൊണ്ട് താഴെ വീണാൽ തന്നെ ഒരു സുവർണ പൂച്ച ഉണ്ടാക്കി ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലേ ഇത് പാപം പോവുള്ളൂ പറയാറുണ്ട്. പൂച്ചയെ കൊന്നാൽ ഭൂലോകത്തിൽ തന്നെ അതിൻ്റെ പ്രായശ്ചിത്തം ഇല്ല പറയും. അത്രയും വലിയ പാപമാണ്. അപ്പോൾ അറിയാതെ ഇദ്ദേഹം ചെയ്തു പോയി. പിന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഞാൻ അറിയാതെ ഈ കുഞ്ഞുള്ള ആ പാത്രം, ആ കളം തീയിൽ വെച്ച് പോയി. എങ്ങനെയെങ്കിലും ഭഗവാനെ രക്ഷപ്പെടുത്തണേ. അഗ്നിസ്വരൂപമായിട്ട് നീയല്ലേ ഇരിക്കുന്നു. ഈ പൂച്ചക്കുട്ടിയെ രക്ഷിച്ചാൽ മതി. ഞാൻ ഈ തൊഴിൽ ഉപേക്ഷിച്ച് ഞാൻ സന്യസിച്ച് പോയിക്കോളാം എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് നാമം ജപിച്ചിരുന്നു. ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ അദ്ദേഹം നാമം ജപിച്ചിരുന്നു. ആ തീ സമാധാനമാവാൻ എന്തായാലും ഒരാഴ്ചയായ ശേഷം അദ്ദേഹം ഈ ചൂടായ ഓരോരോ കളമായി ആറിയ ശേഷം മാറ്റി വയ്ക്കുമ്പോൾ പൂച്ചക്കുട്ടി ഉണ്ടോ നോക്കിയാണ് അദ്ദേഹം ചെയ്യുമ്പോൾ എന്താ അത്ഭുതം! അതിന് നടുവിലിരിക്കുന്ന ഒരു
കളം എടുക്കുമ്പോഴാണ് ആ അതിൻ്റെ ഉള്ളിലും മ്യാവ് പൂച്ചയുടെ ശബ്ദം കേട്ടപ്പോൾ ഈ ഒരു ആഴ്ച തീയിൽ ഉണ്ടായിട്ടും ആ പൂച്ചക്കുട്ടി മരിച്ചിട്ടില്ല. ഇത് അത്ഭുതമാണ്, ഭഗവാന്റെ കാരുണ്യം. അടുത്ത ക്ഷണം അദ്ദേഹത്തിന് സന്തോഷമായി. ഭഗവാനെ, ഞാൻ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലേ പറഞ്ഞ് ആ പൂച്ചക്കുട്ടി ആ കളത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ആ അമ്മ പൂച്ചയെ അത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പിന്നെ ഇനി ഈ തൊഴിൽ വേണ്ട വെച്ച് ആ റാക്കാ കുമാർ പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ രുക്മിണിയോട് സംസാരിക്കുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും വൈരാഗ്യമുള്ള ഭക്തൻ ആരാണ് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ റാക്കാ കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. ഈ പൂച്ചക്കുട്ടിയെ രക്ഷിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് വന്നതാണ്. അപ്പോൾ രുക്മിണിക്ക് അത് സമ്മതമായിട്ടില്ല. കാരണം രുക്മിണിക്ക് എപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്തൻ നാമദേവറിൻ്റെ പേരുള്ള ഭക്തൻ. നാമദേവർ ഭക്തൻ മഹാരാഷ്ട്രത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രധാന ഭക്തൻ, ഉദ്ധവൻ്റെ അവതാരമായി ജനിച്ച ഭക്തനാണ്. അദ്ദേഹവും വലിയ ഭക്തൻ തന്നെയാണ്, വൈരാഗ്യമുള്ള ആൾ തന്നെയാണ്. പക്ഷേ രുക്മിണി പറഞ്ഞു, നാമദേവനേക്കാൾ കൂടുതൽ വൈരാഗ്യം ഈ റാക്കാ കുമാർക്ക് ഉണ്ടോ? എനിക്കൊന്ന് പരീക്ഷിക്കണം വിചാരിച്ച് എന്ത് ചെയ്തു? രുക്മിണിയും കൃഷ്ണനും അവിടെ വന്നു. ഇദ്ദേഹം പുഴയിലേക്ക് കുളിക്കാൻ പോകുന്ന വഴിയിൽ രുക്മിണി ദേവി തൻ്റെ മൂക്കുത്തി ഉണ്ടല്ലോ, മൂക്കിലിടുന്ന മൂക്കുത്തി, അത് എടുത്ത് വഴിയിൽ വെച്ചു. നല്ല മിന്നുന്ന മൂക്കുത്തി. ഇദ്ദേഹം എടുക്കുന്നുണ്ടോ ഇല്ലയോ നോക്കട്ടെ. അങ്ങനെ ആ വഴിയിൽ ചെല്ലുന്ന ഈ റാക്കാ കുമാർ അത് കണ്ടപ്പോൾ മിന്നുന്ന മൂക്കുത്തി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇത് താല്പര്യമല്ലേ. പക്ഷേ ഭാര്യ ഇത് കണ്ടാൽ എടുത്തു വയ്ക്കുമോ സംശയം. അപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് മണ്ണ് എടുത്ത് ആ മൂക്കുത്തി ഇങ്ങനെ മറച്ച് വെച്ചു. മണ്ണ് എടുത്ത് ഇട്ടു അതിൻ്റെ മൂക്കുത്തിൻ്റെ മുകളിൽ. ഇത് നോക്കി പുറകിൽ വരുന്ന ഭാര്യ നേരെ പോകുന്ന ഭർത്താവ് ഇറക്കി ഇങ്ങനെ കുണി എന്തോ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവിടെ വന്നപ്പോഴാണ് ഇതോ മണ്ണ് നരച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. അത് മണ്ണ് തള്ളി നോക്കുമ്പോൾ എന്തായി? അതിൻ്റെ ഉള്ളിൽ മിന്നുന്ന വൈരം. ഇത് കണ്ടപ്പോൾ ആ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിയുണ്ടോ? ഈ കല്ലിനെ മണ്ണ് കൊണ്ട് മറയ്ക്കണോ? ഇത് ഒരു കല്ല്, അത് മണ്ണ്. ഇദ്ദേഹം വൈരം എന്ന് നോക്കി, പക്ഷേ ഭാര്യ വൈരം പോലും നോക്കിയിട്ടില്ലേ, അത് ഒരു കല്ലാണ്. ഒരു കല്ലിനെ മണ്ണ് കൊണ്ട് മറയ്ക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചപ്പോഴാണ് രുക്മിണിയും കൃഷ്ണനും പ്രത്യക്ഷപ്പെട്ടു. രുക്മിണി പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഈ റാക്കാ കുമാറാണ് വൈരാഗ്യമുള്ളവന്ന്. അവനേക്കാൾ വൈരാഗ്യം ഭാര്യയ്ക്കാണ്. കാരണം ഭാര്യ, അങ്ങനെ നല്ല ഭാര്യയെ കിട്ടിയാലേ ഒരു ഭക്തൻ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹം ഇങ്ങനെ നാമം ജപിച്ച് നടക്കണമെങ്കിൽ അദ്ദേഹത്തിന് അനുകൂല ഭാര്യ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഭക്തന്മാർക്ക് അനുകൂലമായ ഭാര്യയെ കിട്ടിയാലേ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം നാളും കിട്ടുള്ളൂ. യക്ഷപ്രശ്നത്തിലുള്ള ചോദ്യമാണ്, ധർമാർത്ഥ കാമമോക്ഷങ്ങളൊക്കെ പരസ്പര വിരുദ്ധല്ലേ, എല്ലാം എപ്പോൾ ഒന്നിച്ചാവും. അപ്പോൾ യക്ഷപ്രശ്നത്തിൽ പറയുന്നു, ധർമ്മപുത്രൻ, ധർമാർത്ഥ കാമങ്ങളൊക്കെ സമമാവണമെങ്കിൽ ഭാര്യ അനുകൂലമായാൽ മതി. ഭാര്യ അനുകൂലമായാൽ പിന്നെ ആ ഗൃഹസ്ഥാശ്രമം സ്വർഗമാണ്. ഭാര്യ പ്രതികൂലമായാൽ പിന്നെ ഗൃഹസ്ഥാശ്രമമില്ല, ഗൃഹസ്ഥാശ്രമം. ഭാര്യ അനുകൂലമായാൽ ഗൃഹസ്ഥ ആശ്രമമാവും. ഗൃഹസ്ഥ ആശ്രമമാവണമെങ്കിൽ ഭാര്യ അനുകൂലമാവണം. അതാണ് ഈ റാക്കാ കുമാർക്ക് ഇത്രയും ഒരു വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ അതിന് അനുകൂല ഭാര്യയും കൂടി കിട്ടി. അതുകൊണ്ടാണ് രണ്ടുപേരും ഒരുമിച്ച് നാമം ജപിച്ചു. അങ്ങനെ ഇതാണ് ഒരു ലക്ഷണം. തുല്യ നിന്ദാസ്തുതിർമൗനി സമലോഷ്ടാസ്മകാഞ്ചന. ഇതൊക്കെ ഗീതയുടെ ഓരോരോ വാക്യത്തിൻ്റെ അർത്ഥം ഉദാഹരണത്തോട് പറയാൻ തുടങ്ങിയാൽ ഇങ്ങനെ കൂടുതൽ എന്തായാലും അതേപോലെ ഒരു മഹാത്മാവിൻ്റെ ഒരു കഥ കൂടി പറയാം. വേദാന്ത ദേശികൻ പേരുള്ള മഹാത്മാവ് ഉണ്ടായിരുന്നു കാഞ്ചീപുരത്തിൽ. അദ്ദേഹം വലിയ മഹാത്മാവാണ്, പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹം ഭിക്ഷ എടുത്തേ ജീവിക്കുള്ളൂ. രാവിലെ എന്നിട്ട് നാമം ജപിച്ചു പോകും, ആരെങ്കിലും അരി തരും, അത് ഭാര്യയുടെ കയ്യിൽ കൊടുക്കും, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരും, ഭഗവാനക്ക് നേരിച്ച് കഴിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ വലിയ പണമുള്ള ആൾക്കാരാണ്. അവർ വിചാരിച്ചു, നമ്മളൊക്കെ നല്ല ബെൻസുകാരിലും നല്ല മാളികയിൽ ഇരിക്കുന്നു, പക്ഷേ നമ്മുടെ ഗുരുനാഥൻ എല്ലാ ദിവസവും ഭിക്ഷ എടുത്ത് ജീവിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗുരുനാഥൻ്റെ ഈ ദാരിദ്ര്യം
ഇല്ലാതാക്കണം. അവർ വിചാരിച്ചു എന്ത് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ അവർ തീരുമാനിച്ചു എന്തായാലും ഭിക്ഷ എടുക്കാൻ വരില്ലേ, അരിയിടുന്ന സമയത്ത് അരിയുടെ ഒപ്പം കുറച്ച് സുവർണം കൊണ്ട് അരി ഉണ്ടാക്കി, സുവർണം കൊണ്ട് അരി ഉണ്ടാക്കി, അരിമണി പോലെ ഉണ്ടാക്കി ഒപ്പം ഇടാം എന്ന് തീരുമാനിച്ചു. ഇദ്ദേഹം ആരാണ് എന്താണെന്ന് നോക്കാറില്ല, നാമം ജപിച്ച് നടക്കുകയുള്ളൂ. അദ്ദേഹം നാമം ജപിച്ച് നടന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ Hare Rama, Hare Rama, Rama Rama, Hare Hare. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. നാമം ജപിച്ച അദ്ദേഹം വരുമ്പോൾ അരിയിടുമ്പോൾ അരിമണിയുടെ ഒപ്പം ഈ സുവർണം കൊണ്ട് ഉണ്ടാക്കിയ അരിമണിയും അതും ഇട്ടു. അദ്ദേഹം നോക്കാത്ത നേരെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുവർണം കണ്ടിട്ടേ ഇല്ല, ഒരു മഞ്ചൾ മാത്രം കെട്ടി വെച്ചിരിക്കുന്നു താളിയിൽ. അപ്പോൾ എപ്പോഴും അരി കിട്ടിയാൽ അത് മുറത്തിലിട്ട് ഇങ്ങനെ ശുദ്ധമാക്കിയിട്ടേ പിന്നെ ഭക്ഷണത്തിന് കൊണ്ടുപോകാറുള്ളൂ. അങ്ങനെ അത് കിട്ടിയ അരിയൊക്കെ ഒരു മുറത്തിലിട്ടപ്പോഴാണ് ഇടയ്ക്ക് മിന്നുന്ന സുവർണ അരിമണി കണ്ടപ്പോഴാണ് ആ ഭാര്യ ചോദിച്ചു, ഇത് എന്താണെന്ന് ചോദിച്ചു ഭർത്താവോട്. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണ അരിയുടെ ഇടയിൽ വണ്ട് ഉണ്ടാവും ചെറുതായിട്ട്. അദ്ദേഹം പറഞ്ഞു ഇത് ഒരു വണ്ടാണ്, പക്ഷേ ഇത് പൊൻവണ്ടാണ്, സുവർണ കലരിക്കുന്ന വണ്ടാണ്. ഈ സാധാരണ വണ്ട് പോലും ഇങ്ങനെ ശുദ്ധമാക്കിയാൽ അത് ഓടിപ്പോയിക്കോളും മുറം കൊണ്ട്. ഈ സുവർണ വണ്ടിൽ ഉണ്ടല്ലോ അത് എന്താവും, ആദ്യം വിരലിൽ കയറും മോതിരമായിട്ട്, പിന്നെ ഇവിടെ കയറും വളയലായിട്ട്, പിന്നെ ഇവിടെ കയറും, പിന്നെ കഴുത്തിൽ നെക്കും, പിന്നെ തലയിൽ കയറും. ഇത് ഒരാളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്, ഈ സുവർണ വണ്ടാണ് എന്ന് ഭാര്യയെ പേടിപ്പിച്ചു. ഇത് പറഞ്ഞപ്പോൾ ഭാര്യ സത്യം വിചാരിച്ചതിന് ചെയ്തു, വേഗം മുറം കണ്ട് അത് ശുദ്ധമാക്കുമ്പോൾ ആ സുവർണം കൊണ്ട് ഉണ്ടാക്കിയ ആ അരിയൊക്കെ പ്രത്യേകമാക്കി. പിന്നെ ഇത് വണ്ട് പറഞ്ഞില്ലേ, വേറൊരാൾക്ക് കൂടെ ബുദ്ധിമുട്ട് വരേണ്ട വിചാരിച്ച് അത് ഇതിൽ കട്ടി ഒരു തുണിയിൽ കട്ടി കുപ്പയിൽ ഇട്ടു. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു നമ്മൾ സുവർണം ഇട്ടിട്ട് എന്ത് കാര്യം. അതാണ് മഹാത്മാക്കൾ. സമലോഷ്ടാസ്മ കാഞ്ചന. ഒരു കല്ലിനെ കണ്ടാലും സുവർണത്തെ കണ്ടാലും ഒരേപോലെ കണക്കാക്കുന്നവരാണ് മഹാത്മാക്കൾ. നമ്മളൊക്കെ എന്താ കിട്ടിയാൽ പൈസ കിട്ടിയാൽ അത് ഇവിടെ വയ്ക്കും, പിന്നെ വേടൊക്കെ മാറ്റി വയ്ക്കും. അങ്ങനെ ഇല്ലേ, രണ്ടും ഒന്നായി കാണുന്നവരാണ് മഹാത്മാക്കൾ. മഹാത്മാക്കളുടെ പെരുമ ഭഗവാൻ ഗീതയിൽ പറയുന്നു. ഇത് ഓരോരോ മഹാത്മാക്കളുടെ ഗുണങ്ങളും ഉദാഹരണ സഹിതം പറയാൻ തുടങ്ങിയാൽ പിന്നെ അത് അവസാനിക്കില്ലേ ഇല്ല. അങ്ങനെ ഒരു മഹാത്മാക്കളെ സ്മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി.